നമസ്കാരം. ഉപ്മാവിൻ്റെ ഒരു പുതിയ വെറൈറ്റി ആയാലോ? ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ നമുക്കിതിനെ സ്നാക്കായിട്ടും ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് മീഡിയമായിട്ട് ചൂടുള്ള പാനിലേക്ക് ഞാൻ കുറച്ച് വെണ്ണ ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ബ്രെഡിൻ്റെ സ്ലൈസിനെ നമുക്കൊന്ന് ചുവന്നനെ റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം റോസ്റ്റ് ചെയ്യാൻ. ഇവിടെ ഞാൻ ബ്രെഡിൻ്റെ സ്ലൈസിന് മേലെ കുറച്ചുകൂടി വെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നന്നായിട്ട് ചുവന്നനെ റോസ്റ്റായി വരുമ്പോൾ വെണ്ണയുടെ ആ ടേസ്റ്റും ഫ്ലേവറും ബ്രെഡിൽ ഉണ്ടാവുള്ളൂ. ലോ ഫ്ലെയിമിൽ റോസ്റ്റാക്കി എടുത്താൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ചുവന്ന കളറിൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഒട്ടും കരിയരുത്. ഇതുപോലെ നന്നായിട്ട് ചുവന്നനെ റോസ്റ്റായി വരുമ്പോൾ തവയിൽ നിന്നെടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ആറിയതിൻ്റെ ശേഷം ഒരു ബ്രെഡ് സ്ലൈസിന് നമുക്ക് 9 ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള സൈസ്. വീണ്ടും അതേ തവയിൽ തന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെണ്ണയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ടിട്ട് ഉഴുന്നും പരിപ്പിനൊന്ന് ചുവന്നനെ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കെട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് കെട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഇഞ്ചിയിൽ നല്ല ഫ്ലേവറൊക്കെ ഉപ്മാവിലുണ്ടാവുള്ളൂ. ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് 10 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് കെട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഉള്ളീനെ ഒന്ന് വാട്ടിയെടുക്കണം. ഉള്ളി ഒന്ന് വാടിയിട്ട് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. അപ്പോൾ ഇവിടെ ഉള്ളി നന്നായിട്ട് വാടി സോഫ്റ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിലിട്ടിട്ട് ഒന്ന് മിക്സായി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 4 സ്ലൈസ് വെച്ചിട്ടാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. ബ്രെഡിൻ്റെ അളവ് നിങ്ങൾ കൂടുതലാക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മസാല കൂട്ടുക കുറയ്ക്കുക ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്ന് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി വരുമ്പോൾ 3 വലിയ തക്കാളി ചെറുതായിട്ട് കെട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തിട്ട് സോഫ്റ്റായി വരണം. അപ്പോൾ 10 മിനിറ്റ് അടച്ച് വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോൾ വേണം നമുക്ക് റോസ്റ്റാക്കി കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ ക്യൂബ്സിന് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാൻ. അപ്പോൾ മസാല വെന്തിട്ട് സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. എന്നിട്ട് വേണം നമുക്ക് ബ്രെഡ് സ്ലൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. ബ്രെഡ് സ്ലൈസിൽ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമുക്ക് കൊത്തമല്ലിയുടെ ഇല ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ ബ്രെഡ് ഉപ്മാവ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മുന്നേ ബ്രെഡ് സ്ലൈസിന് വെണ്ണയിൽ ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോഴാണ് അത് നമുക്ക് നല്ല ഉപ്മാവ് എണ്ണയുടെ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉപ്മാവിലുണ്ടാവുള്ളൂ. പിന്നെ ന്യൂട്രൽ ഫ്ലേവറിലെ എണ്ണ വേണം വെണ്ണയുടെ കൂടെ ഉപയോഗിക്കാൻ. സൺഫ്ലവർ എണ്ണയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ റോസ്റ്റാക്കി കട്ട് ചെയ്ത് വെച്ച സ്ലൈസ് മിക്സ് ആക്കുന്നതിനെക്കാട്ടിലും മുന്നേ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം. തക്കാളി നന്നായി വെന്ത് സോഫ്റ്റ് ആവണം. എന്നിട്ട് സൈഡിലൊക്കെ എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരണം. അപ്പോൾ വേണം നമ്മൾ ഈ റോസ്റ്റാക്കി വെച്ച ബ്രെഡിൻ്റെ ക്യൂബ്സിനെ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആണ് നമ്മുടെ ബ്രെഡ് ഉപ്മാവ് നന്നായിട്ട് ക്രിസ്പി ആയിട്ടും നന്നായി സ്പൈസി ആയിട്ടും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ചൂട്ടോടെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ അതിനെ എടുത്ത് വെച്ച് സ്നാക്സ് ആയിട്ട് കഴിക്കാം. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.